ഹായ് ഓൾ, സോ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് IUQM PYQ 2022 പേപ്പറിലെ ഒരു 6th ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ലെറ്റ് എ ബി ബി പോസിറ്റീവ് ഇൻഡിയേഴ്സ് സാറ്റിസ്ഫൈങ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് എ ബി ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. നമുക്കറിയാം എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഈ ഐഡൻറ്റിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ എന്താ വരിക? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് എ ബി ആണുള്ളത്. സോ അവിടെ നേരെ നമ്മൾ ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ഈസ് ഈക്വൽ ടു 25. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിവിടെ ഈ എ മൈനസ് ബിൻ്റെ കൂടെ ഈ എ മൈനസ് ബിയും പിന്നെ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും കൂടി മൾട്ടി. സോ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ബാക്കി എന്താ ഉണ്ടാവുക? പ്ലസ് ഒരു എ ബി ഇൻറ്റു എ മൈനസ് ബി ഉണ്ടായിരിക്കും. സോ ബേസിക്കലി ഞാൻ ഇവിടെ എന്താ ചെയ്ത് നേരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ ഉള്ളൂ. എ മൈനസ് ബിയുടെ കൂടെ പിന്നെ ഈ രണ്ട് സാധനങ്ങളും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് എ മൈനസ് ബിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ ബാക്കി എന്താ ഉള്ളത്? മൈനസ് എ ബി ഈസ് ഈക്വൽ ടു 25. സോ ഇനി ഇവിടെ ഈ എ സ്ക്വയർ പ്ലസ് എ ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ഇതിന് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇതിനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് 2ab എന്ന് എഴുതാം. അപ്പോൾ ഇത് എന്താകും? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 2ab എന്നാകും. സോ ഞാൻ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ അങ്ങനെ എഴുതാം. സോ അതെന്തായിരിക്കും? എ മൈനസ് ബി ഇൻറ്റു എന്തായിരിക്കും പറഞ്ഞത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 2ab എന്ന് എഴുതാൻ പോവാം. ഓക്കെ, സോ ബാക്കിയുള്ള വാല്യൂസ് എന്താ വരിക? എ ബി ഇൻറ്റു എ മൈനസ് ബി മൈനസ് ഓഫ് എ ബി ഇസ് ഇക്വൽ ടു 25. സോ ഇത് നമ്മൾ നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക? എ മൈനസ് ബി ഹോൾ, ഓക്കെ, പ്ലസ് പ്ലസ് 2ab ഇൻറ്റു എ മൈനസ് ബി പ്ലസ് എ ബി ഇൻറ്റു എ മൈനസ് ബി മൈനസ് എ ബി ഈസ് ഈക്വൽ ടു 25. ഓക്കെ, സോ ഫസ്റ്റ് ടേം ഞാൻ അതുപോലെ തന്നെ വെച്ചു, എ മൈനസ് ബി ഹോൾ ക്യൂബ് പ്ലസ് മൊത്തത്തിലൊരു എ ബി അങ്ങ് ഞാൻ കോമൺ എടുത്തു. സോ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഒരു 2 ഇൻറ്റു എ മൈനസ് ബി ഉണ്ട്, ഒരു എ മൈനസ് ബി ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 3 ഇൻറ്റു എ മൈനസ് ബി. പിന്നെ ലാസ്റ്റ് ഒരു മൈനസ് എ ബി ഉണ്ട്, അതിന് എ ബി പുറത്തു പോയാൽ അവിടെ ഇത് 25-ന് ഈക്വലാണ്. ഓക്കെ, ഈ വാല്യൂ 25-ന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇനി എയും ബിയും, ഓക്കെ, സോ എക്കും ബിക്കും വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25 എന്നുള്ള വാല്യൂ കിട്ടും. സോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക? നമുക്ക് എയും ബിയും പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ മൈനസ് ബി ഒന്നുകിൽ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. എ മൈനസ് ബി നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഈ ഒരു വാല്യൂ മൊത്തത്തിൽ നെഗറ്റീവ് ആയിരിക്കും. എ ബി ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് നെഗറ്റീവും ആഡ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് തന്നെ കിട്ടുക. സോ എന്തായാലും ഇവിടെ പോസിറ്റീവ് നമ്പർ തന്നതുകൊണ്ട് എ മൈനസ് ബി ഒരിക്കലും നെഗറ്റീവ് അല്ല എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമ്മൾ എ മൈനസ് ബി 0 കൊടുത്താലോ? 0 കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ 0 ആകും, ഇവിടെ ഇതും 0 ആകും. സോ മൈനസ് എ ബി ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. സോ 25 മൈനസ് എ ബി ഈക്വൽ 25 എന്നുള്ള സംഭവം നടക്കില്ല. എയും ബിയും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഇതിന് ആൻസർ? അത് എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്തായാലും > 0 ആണ്. സോ എ മൈനസ് ബി എന്തായാലും പോസിറ്റീവ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേറെ കാര്യം കൂടി പറയാൻ പറ്റും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ അത് ഇൻറ്റു എ ബി ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ എന്ന് വെച്ചാൽ ഈ വാല്യൂ എപ്പോഴും പോസിറ്റീവ്. സോ ഈ വാല്യൂവും പോസിറ്റീവ് ആയിരിക്കും, കാരണം എ മൈനസ് ബി പോസിറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വാല്യൂവിൽ ഒരു വാല്യൂവിൻ്റെ മുകളിൽ നമുക്ക് കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ എ മൈനസ് ബി 0-നെക്കാട്ടും വലുതാണ്, പക്ഷേ അത് 3-നെക്കാട്ടും ചെറുതാണ്. എന്തുകൊണ്ടാണ് 3-നെക്കാളും ചെറുതായത്? കാരണം നമുക്കറിയാം ഇവിടെ എ മൈനസ് ബിക്ക് 3 കൊടുത്താൽ ഇത് നേരെ തന്നെ 3 ക്യൂബ് ആവും. 3 ക്യൂബ് എന്ന് വെച്ചാൽ 27 ആണ്. അത് 25 എന്നുള്ള വാല്യൂ ഒരിക്കലും വരുന്നതല്ല. ഓക്കെ, ഇത് 27 ആയാൽ ഇതും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, അപ്പോൾ നമുക്ക് 25 കിട്ടുന്നതല്ല.
അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എ മൈനസ് ബിക്ക് രണ്ട് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ, അത് 1ഉം അത് 2. ഇനി നമുക്ക് ആ രണ്ട് വാല്യൂസും, സോ ഈ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി അങ്ങ് മാറ്റി എഴുതാൻ പോവാണ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് പ്ലസ് എ ബി ഇൻറ്റു 3 ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 25. ഫസ്റ്റ് നമ്മൾ എ മൈനസ് ബിക്ക് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാൻ പോകാം. ഓക്കെ, ഇനി നമുക്ക് എ മൈനസ് ബിക്ക് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാൻ പോകാം. സോ എ മൈനസ് ബിക്ക് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 2 ക്യൂബ് 8 പ്ലസ് എ ബി ഇൻറ്റു എ മൈനസ് ബിൻ്റെ വാല്യൂ 2 ആയിരിക്കും. 3 ഇൻറ്റു 2 6 മൈനസ് 1 ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. സോ 8 പ്ലസ് എ ബി ഇൻറ്റു 5 എ ബി ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. സോ 5 എ ബി ഈസ് ഈക്വൽ ടു 25 മൈനസ് 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 17 എന്നാണ് കിട്ടുക. സോ എയും ബിയും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആകുമ്പോൾ 5 എ ബി ഈസ് ഈക്വൽ 17 ഒരിക്കലും പോസിബിൾ അല്ല. 17 എന്ന് വെച്ചാൽ ഒരു പ്രൈം നമ്പറാണ്, അത് 5 ഫാക്ടർ ആയിട്ട് വരുന്നതല്ല. സോ നമുക്ക് ഇവിടെ തന്നെ കൺക്ലൂഡ് ചെയ്യാം, എ മൈനസ് ബി ഈക്വൽ 2 എന്നുള്ള സംഭവം പോസിബിൾ അല്ല. ഓക്കെ, സോ ഇത് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എ മൈനസ് ബി ഈക്വൽ 1ൻ്റെ കേസ് നോക്കാം. സോ ഇവിടെ എ മൈനസ് ബി 1 കൊടുത്താൽ നമുക്ക് 1 ക്യൂബ് പ്ലസ് എ ബി ഇൻറ്റു 3 ഇൻറ്റു 1 മൈനസ് 1, സോ 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ ഈ 1 ക്യൂബ് ഇങ്ങോട്ട് പോകും. സോ 3 മൈനസ് 1 2 ആണ്. 2 എ ബി ഈസ് ഈക്വൽ ടു 25 മൈനസ് 1 24 എന്ന് വരും. എ ബി ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. സോ ഇവിടെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുക. എ മൈനസ് ബിൻ്റെ വാല്യൂ 1 ആണ്, എ ബിൻ്റെ വാല്യൂ 12 ആണ്. അങ്ങനെയുള്ള രണ്ട് വാല്യൂസ് എന്ന് വെച്ചാൽ ഒന്നെന്തായിരിക്കും? എ ഈക്വൽ ടു 4 ആയിരിക്കും, ബി ഈക്വൽ ടു 3 ആയിരിക്കും. രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടും, എ മൈനസ് ബി എടുത്താൽ നമുക്ക് 1 കിട്ടും. സോ ഇനി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്തായിരിക്കും? 4 സ്ക്വയർ പ്ലസ് 3 ക്യൂബ്. എന്തായിരിക്കും? 16 പ്ലസ് 27 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓരോതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 43 ആണ്. യെസ്, യാ. സോ ഇതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിവിടെ ആകെ മെയിനായിട്ട് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിന് വേണ്ടിയുള്ള അത്യാവശ്യപ്പെട്ടുള്ള ഫോർമുലേഷൻസ് ഒക്കെ നമ്മൾ ഓക്കെ. യെസ്, ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. 43 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ക്വസ്റ്റ്യനുമായി വീണ്ടും